കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5 വിവിധങ്ങളായ സംഘടനകളുടെയോ ലോക ഗ്രൂപ്പുകളുടെയോ രാജ്യങ്ങളുടെയോ പ്രതികരണങ്ങൾ വന്നു. അതിൽ പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ പ്രതികരണം തന്നെയാണ്. അതോടൊപ്പം തന്നെ G7 പ്രതികരണം ഉണ്ടായി, യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണം ഉണ്ടായി, അതുപോലെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ GCCയുടെ പ്രതികരണങ്ങൾ ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് റഷ്യയുടെയും ചൈനയുടെയും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായി. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇനി ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത്. ആദ്യം നമ്മൾ ട്രംപിന്റെ നിലപാടിലേക്ക് തന്നെ പോകാം. അമേരിക്ക വളരെ നിർണായകമായ സാന്നിധ്യമാണ്, ശക്തിയാണ്, ഇസ്രായേലിനെ എക്കാലത്തും പിന്തുണച്ചു നിൽക്കുന്ന രാജ്യമാണ്. ഇപ്പോഴൊരു ആക്റ്റീവ് മാറി നിന്ന് കളി കാണുന്ന ഘട്ടത്തിൽ നിന്നും ഇപ്പോൾ ഒരു ആക്റ്റീവ് ഇന്റർവെൻഷനിസ്റ്റ് മോഡിലേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാറിയിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വരുന്ന സൂചന. ആദ്യം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്, ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങളുടെ നേരിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റും ഉണ്ടാകില്ല എന്ന് യുദ്ധം തുടങ്ങിയ 5 ദിവസം മുൻപ് സംസാരിച്ച അതേ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നിലപാട് മാറ്റിയിരിക്കുന്നു. ആയത്തുള്ള അലി ഖൊമേനി എന്ന ഉന്നത നേതൃത്വം മാറിയേ തീരൂ, ഒരു റെജീം ചേഞ്ചിലേക്ക് തന്നെയാണ്. അത് ഇസ്രായേലിന്റെ ഭാഷ്യമാണ്, അത് ഇസ്രായേൽ ആവശ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. ഒരു റെജീം ചേഞ്ച്, ആയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന മതഭരണകൂടം മാറുകയും ആണവ പദ്ധതികളിൽ നിന്നും ഇറാൻ കംപ്ലീറ്റ്ലി പിന്നോട്ട് പോവുകയും ചെയ്യണം. അപ്പൊ ട്രംപ് കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിൽ നടത്തിയ ഒരു നിരീക്ഷണത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു ചിത്രം. അപ്പോൾ ഇത് കൃത്യമാണ്. അത് മാത്രമല്ല, അമേരിക്ക സൈനിക വിന്യാസം അവിടെ ശക്തിപ്പെടുത്തുകയാണ്, കൂടുതൽ വിമാനങ്ങളെ ആ മേഖലയിലേക്ക് അയക്കുന്നു. ഇപ്പോൾ തന്നെ 50,000-ൽ പരം അമേരിക്കൻ സൈനികരാണ് ഗൾഫ് പ്രദേശത്തെ വിവിധ രാജ്യങ്ങളിലായി ഉള്ളത്. അതോടൊപ്പം തന്നെ കൂടുതൽ വ്യക്തികളെയും കൂടുതൽ ഭടന്മാരെയും കൂടുതൽ വിമാനങ്ങളും അവിടേക്ക് അയക്കുകയാണ്. അതോടൊപ്പം 2 അമേരിക്കൻ പടക്കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകൾ USS കാൾസനും USS നിമിറ്റ്സും ആ പ്രദേശത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അമേരിക്കയുടെ സൈനിക വിന്യാസം ഒരു യുദ്ധ സമാനമായ സാഹചര്യങ്ങളിലേക്ക് എത്തി. ഫർദോ പോലെയുള്ള ആണവ നിലയങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണം പൂർണ്ണമായി ഏശിയിട്ടില്ലായിരുന്നു. അത് പൂർണ്ണമായി തകർക്കുന്നതിന് ഒരുപക്ഷെ ബങ്കർ ബസ്റ്ററുകൾ, ഇസ്രായേലിനുള്ളതിനേക്കാൾ ആഴത്തിൽ തുരന്നു കയറാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൈവശമുള്ളത് അമേരിക്കയ്ക്കാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഒരു സ്ട്രൈക്ക് അവിടെ വേണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഉയരുന്നു. അമേരിക്കൻ ആക്രമണം ഏത് നിമിഷവും ഒരുപക്ഷെ ഇറാനുള്ളിൽ സംഭവിക്കാം. അങ്ങനെ ഇറാൻ ദുർബലമായി മാറുകയും ഒരു ചർച്ചയ്ക്ക് അവർ നിർബന്ധിതരായി മാറുകയും ചെയ്യും എന്നതാണ് ഒരു പാരഡൈം. അതായത് ഇറാന്റെ ഉന്നത നേതൃത്വം ചർച്ചകൾക്ക് പച്ചക്കൊടി കാട്ടുകയും അങ്ങനെ ദുർബലമായി നിൽക്കുന്ന ഇറാനുമായി ആണവ ചർച്ച നടത്തിക്കൊണ്ട് ഞങ്ങൾ ഇനി ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറുകയാണ് എന്ന പ്രഖ്യാപനം, IAEA ഇൻസ്പെക്ഷന് വേണ്ടി ഞങ്ങൾ ഈ ആണവ ഫെസിലിറ്റീസ് തുറന്നു കൊടുക്കാം എന്ന ഉറപ്പുകൾ, അതാണ് ഒരു പാരഡൈം. അത് സാധിക്കുന്നില്ല എങ്കിൽ ഭരണകൂടം തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും പുതിയൊരു ഭരണകൂടം വരികയും ആ ഭരണകൂടവുമായി ഒരു സന്ധി സംഭാഷണം നടത്തി, അപ്പൊ അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമായിരിക്കും. കൃത്യമായി പറഞ്ഞാൽ ഇറാഖിലൊക്കെ സദ്ദാം ഹുസൈനെ മാറ്റിക്കൊണ്ട് പാവ ഭരണകൂടം സ്ഥാപിച്ചതുപോലെ, അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ മാറ്റി മുൻകാലത്ത് ഒരു പാവ ഭരണകൂടം സ്ഥാപിച്ചതുപോലെ ഉള്ള ഭരണകൂടം ഇറാനിലും വരികയും ആ ഭരണകൂടവുമായി ചർച്ച നടത്തി പേരിന് വേണ്ടി ഒരു ആണവ കരാറിൽ എത്തുകയും ആണവ സാങ്കേതിക വിദ്യയുടെ ആ ഉടമസ്ഥാവകാശം അവരിൽ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്യുക എന്ന ഒരു ചിന്തയും ഒരു പക്ഷേ ഉണ്ട്. ഇതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു മനംമാറ്റത്തിന്റെ അടിസ്ഥാനം. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് G7, അമേരിക്ക ഉൾപ്പെടുന്ന 7 രാജ്യങ്ങൾ, അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, അതേപോലെ കാനഡ ആൻഡ് ജപ്പാൻ. 7 രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളാണ്, സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ. അവരുടെ ഉച്ചകോടി ആൽബർട്ട കാനഡയിൽ വെച്ച് നടക്കുന്നിടത്ത് പാതി വഴിയിൽ ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങുകയാണ്. സിറ്റുവേഷൻ റൂമിലേക്ക് അദ്ദേഹം പിൻവാങ്ങുകയാണ്, വാഷിംഗ്ടൺ DC-യിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുകയാണ്. അവിടെ ഒരു ഡ്രാഫ്റ്റ് നയരേഖ വന്നു, യുദ്ധത്തെ അപലപിച്ചുകൊണ്ടും യുദ്ധം അവസാനിപ്പിക്കണം എന്നത് കാണിച്ചുകൊണ്ടുള്ള ഡ്രാഫ്റ്റ് നയരേഖ ഒപ്പിടാൻ ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചു. അതിനർത്ഥം യുദ്ധം തുടരട്ടെ എന്ന് അമേരിക്കയും ഡൊണാൾഡ് ട്രംപും ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ സൂചന. അതായത് ഇസ്രായേലിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറുന്നത് വരെ യുദ്ധം തുടരും. അപ്പൊ ഏതാനും ദിവസം കൂടി, ഒരുപക്ഷെ ആഴ്ചകളോടെ യുദ്ധം തുടരട്ടെ. അങ്ങനെ ഉണ്ടാകുന്ന മേൽക്കൈ, ആകാശങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഇസ്രായേലിനെ നമ്മൾ കാണുന്നു. അമേരിക്കയും കൂടെ ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ പരാജയപ്പെടുത്താനാവുമെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി. ആ പദ്ധതി
അമേരിക്കയുടെ മനസ്സിലുണ്ട് എന്ന സൂചനയാണ് ആ രീതിയിൽ വരുന്നത്. എന്നാൽ ഈ ഉച്ചകോടി സമ്മേളിക്കുന്നതിന് മുൻപ് തന്നെ യാതൊരു കാരണവശാലും ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെ തങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന ഒരു നിലപാട് G7 എടുത്തു. അതായത് ഇറാന്റെ ആണവ പദ്ധതി ഒരു കാരണവശാലും യൂറോപ്യൻ സമൂഹമോ അല്ല എങ്കിൽ വികസിത ലോകത്തിന്റെ ഏക അവകാശികൾ എന്ന് സ്വയം ക്ലെയിം ചെയ്യുന്ന G7 ഇപ്പോൾ അത് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആണവ പദ്ധതിയെ കർശനമായി എതിർക്കുന്ന ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് നയം, അത് യൂറോപ്യൻ യൂണിയനെയും G7 ചേർത്തുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. അങ്ങനെ രണ്ടാമത്തെ പ്രപ്പോസൽ, അവിടെ ആനുകൂല്യം അവിടെയും ഇസ്രയേലിന് തന്നെയാണ്. അമേരിക്കയുടെ നിലപാടും G7 നിലപാടും യൂറോപ്യൻ യൂണിയന്റെ നിലപാടും ആത്യന്തികമായി ഇസ്രയേലിന് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം കാണുന്നു. ഇനി വരേണ്ടത് റഷ്യയുടെ ഭാഗത്ത് ഡിമിത്രി പെസ്കോവ് പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരുപക്ഷെ ചർച്ചയ്ക്ക് തയ്യാറാകും, ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാകും എന്ന രീതിയിലുള്ള ഒരു പരാമർശം വന്നു. പക്ഷേ ഇസ്രായേൽ അത് സ്വീകാര്യമാക്കണമെന്നില്ല. കാരണം ഇറാനാണ് എക്കാലത്ത് റഷ്യക്ക് മിസൈലുകൾ നൽകിയും ഡ്രോണുകൾ നൽകിയും ഉക്രൈൻ യുദ്ധത്തിൽ സഹായിച്ചുകൊണ്ടിരുന്നത്. അതിന് പ്രത്യുപകാരം എന്ന നിലയിൽ ഔപചാരികമായ വാക്കുകളായി മാത്രമേ റഷ്യയുടെ ഈ വാക്കുകളെ നമുക്ക് കാണാനാവൂ. അതുകൊണ്ട് അതൊരു ഗൗരവമുള്ള ഒരു പ്രഖ്യാപനമായി കാണാനാവില്ല. പിന്നെ നേരത്തെ ചോദിച്ച ചൈനയുടെ ഒരു നിലപാടാണ്. എക്കാലത്തും ഇറാന് അനുകൂലമായ നിലപാട് മാത്രമേ ചൈന എടുക്കൂ, പാകിസ്ഥാന് അനുകൂലമായ നിലപാട് മാത്രമേ ചൈന എടുക്കൂ. അത് സ്വാഭാവികമാണ്. അത് ഭൗമരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയാണ്. അത് മാത്രമല്ല, ഇറാനിൽ നിന്നും എണ്ണ കടന്നു വരേണ്ടതുണ്ട് ചൈനയ്ക്ക്. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമാണ് ചൈന ഏറ്റവും കൂടുതൽ ഓയിൽ പർച്ചേസ് ചെയ്യുന്നത്. എണ്ണ സെക്യൂരിറ്റി ഉള്ള അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണിന്റെ കാര്യത്തിൽ ചൈനയ്ക്ക് റിസർവുകൾ അധികം ഇല്ലാത്തത് കൊണ്ട് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു, ഇന്ത്യയെ പോലെ തന്നെ. അതുകൊണ്ട് ചൈന എടുക്കുന്ന നിലപാട് അത്ഭുതകരമായ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഓപ്പണായി ആയുധപരമായി ഒരുപക്ഷെ ആയുധങ്ങൾ നൽകി സഹായിച്ചേക്കാം ഇറാനെ. പക്ഷെ നേരിട്ട് യുദ്ധരംഗത്തേക്ക് ഇസ്രയേലിന് അനുകൂലമായി അമേരിക്ക യുദ്ധരംഗത്തേക്ക് വരാനുള്ള സാധ്യതയുടെ 100% പോലുമില്ല ഇറാൻ അനുകൂലമായി ചൈന യുദ്ധരംഗത്തേക്ക് വരാൻ. അതുകൊണ്ട് ചൈനയുടെ ഈ വാക്കുകളെയും പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതില്ല. ഔപചാരികമായി അവർ പറയേണ്ടത് പറഞ്ഞു വെച്ചു. യുദ്ധം അൺഫോർച്ചുനേറ്റ് ആണ്, ഇസ്രയേൽ നടത്തുന്നത് കാട്ടാളത്തരമാണ്, ഇറാൻ എന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന രീതിയിൽ ചൈന പറയുന്നു. അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയിൽ അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണ്. ഇനി അവശേഷിക്കുന്ന അഞ്ചാമത്തെ ഘടകം GCC ആണ്. അവിടെയായിരുന്നു ഇറാന്റെ പ്രതീക്ഷ. ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ, പേർഷ്യൻ ഗൾഫിലെ തെക്കുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ സൗദി അറേബ്യയും UAEയും ഒമനും ഖത്തറും എല്ലാം ചേരുന്ന, ബഹ്റിനും എല്ലാം ചേരുന്ന ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ, ഈ GCCയുടെ നിലപാട് വളരെ വളരെ പ്രത്യേകത അറിഞ്ഞാണ്. അവിടെ സൗദി അറേബ്യ എന്ന സുന്നി രാജ്യം ഇറാൻ എന്ന ഷിയ രാജ്യത്തെ എക്കാലത്തും സംശയത്തോടുകൂടിയാണ് വീക്ഷിച്ചിരുന്നത്. ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നതിന് സൗദി അറേബ്യക്കോ UAEക്കോ യാതൊരു താല്പര്യവുമില്ല എന്നതാണ് പരസ്യമായ രഹസ്യം. എന്നാൽ പരസ്യമായി ഇസ്രയേൽ അനുകൂല നിലപാടെടുക്കാനാവാത്തത് കൊണ്ട് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിക്കുകയും ഇറാന് നിലനിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുക മാത്രമാണ് GCC ചെയ്യുന്നത്. പക്ഷെ അവർക്ക് സൈനികമായി ഇടപെടാനുള്ള ഒരു സ്കോപ്പ് അവിടെയില്ല. അവർക്ക് ഇടപെടാനാവില്ല. അവരുടെ തന്നെ സുരക്ഷിതത്വം അമേരിക്കയുടെ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക അനുകൂലമായ രാജ്യമായ ഇസ്രയേലിനോടൊപ്പം യഥാർത്ഥത്തിൽ നിൽക്കുകയും അതേസമയം പരസ്യമായി ജനങ്ങളുടെ ഒരു ഇസ്ലാമിക ലോകമാണ്, ഒരു ഇസ്ലാമിക രാജ്യം ആക്രമണ വിധേയമാകുമ്പോൾ ഇസ്ലാമിക ജനത ഒന്നിച്ചു നിൽക്കുന്നു എന്ന ഒരു സൂചകമായി ഔപചാരികമായി ചില വാക്കുകൾ GCC പറയുന്നതിൽ കൂടുതൽ അർത്ഥമൊന്നും തന്നെ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിന്റെ വാക്കുകളിൽ കാണേണ്ടതില്ല. അങ്ങനെ നോക്കുമ്പോൾ, ആകമാന ചിത്രം നോക്കുമ്പോൾ ഇറാൻ ഇപ്പോൾ ബാക്ക് ഫുട്ടിൽ തന്നെയാണ്, പ്രതിരോധത്തിൽ തന്നെയാണ്. അവർ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്, ശക്തമായി അവർക്കാവുന്ന രീതിയിലെല്ലാം തന്നെ ഇസ്രയേലിനെ ആക്രമിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ തീർച്ചയായും ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലെ അതുപോലെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചു എന്നവർ ക്ലെയിം ചെയ്യുന്നു. ഇസ്രയേലിന്റെ 3 പ്രധാന നഗരങ്ങളിൽ, ജെറുസലേം എന്ന പുണ്യനഗരം, ഹൈഫ എന്ന തുറമുഖ നഗരം, നെർവ് സെന്റർ ഓഫ് ഇക്കോണമി, അതുപോലെ ടെൽ അവീവ് എന്ന തലസ്ഥാന നഗരം, ഇവിടെ എല്ലാം തന്നെ ഇറാനിയൻ മിസൈലുകൾ അയൺ ഡോം ഭേദിച്ചുകൊണ്ട് വീണു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രയേലിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോക മാധ്യമങ്ങൾക്ക് ഇസ്രയേലിനുള്ളിൽ കടന്നു കയറാനാവാത്തത് കൊണ്ട് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾക്ക് കൃത്യമായ സുതാര്യത ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നഷ്ടക്കണക്കുകളെ കുറിച്ച് കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് രണ്ടു പക്ഷത്തും നാശനഷ്ടങ്ങളുണ്ട്. പക്ഷേ എയർ സുപ്പീരിയോറിറ്റിയുടെ കാര്യത്തിൽ ഇസ്രയേലിന് തന്നെയാണ് മൃഗീയമായ മുൻതൂക്കം എന്ന് കാണാം. കാരണം അവർക്ക് 2 ഉപാധികളുണ്ട്. ഒന്ന്, ആകാശയുദ്ധം മാത്രമാണ് നടക്കുന്നത്. കരയുദ്ധം നടന്നാൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമാകാം. ഇറാന് വലിയൊരു സൈന്യമുണ്ട്, വലിയ രീതിയിലുള്ള പീരങ്കിപ്പടയും കവചിത വാഹനങ്ങളും ടാങ്കുകളുമുണ്ട്. പക്ഷേ ഇവിടെ ആകാശങ്ങൾ യുദ്ധം നിയന്ത്രിക്കുമ്പോൾ ടെക്നോളജി വളരെ വലിയ കാര്യമാണ്. കോൺസ്റ്റന്റ് ടെക്നോളജിക്കൽ അപ്ഡേറ്റുകളിലൂടെ ഇസ്രയേലിന്റെ വിമാനങ്ങളുടെ പ്രഹരശേഷി വളരെ കൂടുതലാണ്. അത്യന്താധുനികമായ വിമാനങ്ങളുണ്ട്. അമേരിക്കയുടെ സാങ്കേതിക വിദ്യ സഹായത്തിനെത്തുന്നുണ്ട്.
ഇറാന്റെ വിമാനങ്ങളെല്ലാം തന്നെ ഒരു തലമുറയെങ്കിലും പിന്നിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇറാന്റെ വ്യോമ പ്രതിരോധ കപ്പാസിറ്റി, അത് മാത്രമല്ല ഡിഫൻസ് സിസ്റ്റം, അതായത് വ്യോമ പ്രതിരോധ കപ്പാസിറ്റി, S-400 പോലെയുള്ള മിസൈൽ സംവിധാനങ്ങൾ, അതിന്റെ കൃത്യതയും സംശയാസ്പദമാണ്. അതുകൊണ്ടാണ് ഇറാനിൽ ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്രായേലിന്റെ അയൺ ഡോമിനോട് കിടപിടിക്കാവുന്ന ഒരു പ്രതിരോധ സംവിധാനം ഇറാനില്ല എന്നോർക്കണം. അത് മാത്രമല്ല ഇറാന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് മിസൈലുകളാണ്. സാമാന്യം കൃത്യതയുള്ള ദീർഘദൂര, ഹ്രസ്വദൂര, മധ്യദൂര മിസൈലുകളുണ്ട്. ഷാഹിദ് മിസൈലുകൾ ഉൾപ്പെടെ 1200-നും 1500-നും കിലോമീറ്ററിന് ഇടയ്ക്ക് പറക്കുന്ന മിസൈലുകളാണ് ആവശ്യം ഇസ്രായേലിനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി. അത് വളരെ വിശാലമായ അർത്ഥത്തിൽ 100 കണക്കിന് മിസൈലുകളാണ് ഒരേ സമയം ലോഞ്ച് ചെയ്യുന്നത്. അതാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന രൂപത്തിലാണ്. 3ാമത്തെ വേവാണ്. ആദ്യ 2 വേവുകൾ കഴിഞ്ഞ വർഷം ഏപ്രിലും ഒക്ടോബറിലുമായി നടത്തി ഇസ്രായേലിനെതിരെ. ഇത് 3ാമത്തെ വേവായിട്ടാണ് ഇറാൻ അതിനെ കാണുന്നത്. അത് കുറെയൊക്കെ ഫലപ്രാപ്തി കാണുന്നുണ്ട്. പക്ഷെ ആ ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ മിസൈലുകൾക്ക് പ്രഹരശേഷി കുറവായിരിക്കും. അതുകൊണ്ട് ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നതിനെ എന്ത് വില കൊടുത്തും ഇസ്രായേല് എതിർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആത്യന്തികമായി അവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം അവസാനിച്ച് കഴിയുന്ന സ്റ്റേജിൽ ഇറാന് മുൻപിൽ മറ്റു വഴികൾ കുറവാണ്. റഷ്യയോ ചൈനയോ സഹായത്തിനെത്തുന്നില്ല എങ്കിൽ ഇറാൻ പൂർണ്ണമായി ഒറ്റപ്പെടുകയും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഒന്നുകിൽ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടം എല്ലാ ഉപാധികളും, അമേരിക്കയും ഇസ്രായേലും പറയുന്ന എല്ലാ ഉപാധികളും അംഗീകരിച്ചുകൊണ്ട് ആണവ കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് മുഖം രക്ഷിച്ച് തൽക്കാലം ജീവൻ രക്ഷിച്ച് നിർത്തുകയും ചെയ്യാം. അയത്തുള്ള അലി ഖുമൈനിയെ നേരിട്ട് ഇടപെട്ട് വധിക്കും എന്ന രീതിയിലാണ്. പുറത്തു പോയില്ല എങ്കിൽ തങ്ങളുടെ താവളം അറിയാം, തങ്ങളുടെ ഉള്ളിത്താവളം ഞങ്ങൾക്കറിയാം, ക്ഷിപ്രസാധ്യമാണ് താങ്കളെ വകവരുത്തുന്നത് എന്ന രീതിയിൽ വരെ ട്രംപ് കുറിച്ചു. അതുകൊണ്ട് ഖൊമേനിയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന രീതിയിലുള്ള ചിന്തകളാണ് ഇപ്പോൾ വരുന്നത്. ഒരു ഭരണമാറ്റം അനിവാര്യമാണ്, ഉടനടി സംഭവിക്കും എന്ന രീതിയിൽ നിഗമനങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ലോകം ഇറാനിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.